നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മുടെ ചാനലിൻ്റെ പേര് ഫ്രാപ്പറാക്കോ മലയാളം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഡിസ്കസ് ഫിഷ് ടാങ്കിന് ടോപ്പ് ഫിൽട്രേഷനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് സംസാരിക്കാൻ പോകുന്നത്. ടോപ്പ് ഫിൽട്രേഷൻ ബേസിക്കലി നമ്മളെ കൈൻഡ് ഓഫ് സെറ്റപ്പിൽ നമ്മളൊരു 4-5 ടാങ്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നുണ്ടാകുമ്പോൾ സ്ഥലമില്ലാത്ത സമയത്ത് ഒരു നല്ലൊരു ഓപ്ഷനാണ് ടോപ്പ് ഫിൽട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ഫിൽട്രേഷൻ എങ്ങനെ ചെയ്തു, അതിൻ്റെ മുകളിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വെള്ളം പാസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡായി സംസാരിക്കുന്നത്. മതി, നമുക്ക് വീഡിയോ കൊണ്ട് വിളിക്കാം. ഈ സംഭവത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് 6mm തിക്നെസ്സുള്ള ഗ്ലാസ് ആണ്. പിന്നെ നമ്മൾ നോർമൽ കട്ടിങ് തന്നെ ചെയ്ത്, എന്താ വെച്ചാൽ ചെറിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് മെഷീൻ കട്ടിങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനുള്ള പാർട്ടീഷൻസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്തു. ഔട്ട്പുട്ടിന് വേണ്ടി 2 ഹോൾസാണ് നമ്മൾ കൊടുത്തത്. പിന്നെ നമ്മൾ നോർമൽ ഗ്രൈൻഡിങ് തന്നെ ചെയ്തത്, എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ടാങ്കിൻ്റെ മുകളിലാണല്ലോ ഇരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നോർമൽ ഗ്രൈൻഡിങ് ആണ് നമ്മൾ ചെയ്തത്. ഇത് നമ്മൾ പഴയ ടാങ്കാണ്. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ടോപ്പ് ബാക്കിലായിട്ടാണ് ഈ സമ്പ് ഇരിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ മെയിൻ സപ്പോർട്ട് നിങ്ങൾ കണ്ടാൽ ബാക്ക് ഗ്ലാസും സൈഡ് ഗ്ലാസ്സാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് വരിക. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ടാങ്ക് നിർത്താൻ പോകുന്നത്. ഈ പ്രോജക്റ്റിന് നമ്മൾ യൂസ് ചെയ്ത പമ്പ് വന്നിട്ട് സൺസണിൻ്റെ HQB 2000 ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി നോക്കിയാൽ 1400 liters/hour ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇത് ഞാൻ കുറേ പ്രോജക്ട്സിന് യൂസ് ചെയ്ത ഒരു പമ്പാണ്. നല്ലൊരു ഔട്ട്പുട്ടും നല്ലൊരു ഹെവി ഡ്യൂട്ടി പമ്പാണിത്. നമ്മൾ അറവണ ടാങ്കും വേറെ ഒരു ഡിസ്കസ് ടാങ്കിൻ്റെ എല്ലാം ഇതിൻ്റെ തന്നെ പമ്പ് തന്നെ നമ്മൾ ഈ ബ്രാൻഡിൻ്റെ പമ്പ് തന്നെ നമ്മൾ യൂസ് ചെയ്തത്. ഇതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽഡ് മെയിൻ്റനൻസും ഇതിൻ്റെ എന്തെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും വരും. സോ ഇതിലാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. നല്ലൊരു ഹെവി, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. 24 bars ആണ് നമ്മൾ ഓട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല സോളിഡായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സമ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവുക. 4 സെക്ഷൻസാണ് നമ്മൾ മീഡിയം വെക്കാനുള്ള. പിന്നെ ഇതാണ് ഔട്ട്പുട്ടിൻ്റെ ഇതിൻ്റെ സൈസ് വന്ന് നോക്കിയാൽ 42-7 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഫൈനലി നമ്മൾ ടാങ്കിന് മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടാവും നമ്മളെ സമ്പ്. പിന്നെ നമ്മളെ സമ്പല്ല, ഏത് ടാങ്ക് ആയാലും ഏത് സമ്പായാലും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഡിസിൻഫെക്റ്റ് ചെയ്യണം, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട്. ഇതൊരു നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. എന്താ വെച്ചാൽ സിലിക്കോണിൻ്റെ മണം പിന്നെ വേറെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് മീനിന് ബാധിക്കും. അതുകൊണ്ട് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ എല്ലാ ടാങ്ക് സെറ്റപ്പിലും നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മൾ ഫസ്റ്റ് ആദ്യം ഇടും. അതാണ് നമ്മളൊരു ഇത് എന്താ വെച്ചാൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. വെരി യൂസ്ഫുൾ ആണ്. ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ അത് സോക്ക് ചെയ്ത് വെച്ചാൽ അത് ക്ലീൻ ആയിട്ട് നല്ലോണം ഡിസിൻഫെക്റ്റ് ആവും. നമ്മൾ ഹോൾ എന്ത് ടാങ്ക് ആയാലും ശരി, സമ്പായാലും ശരി, ഓവറോൾ ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. വളരെ ചീപ്പാണ്, എല്ലാ കടയിലും കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാങ്കിനും ടോട്ടലായിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്തു പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട്. സോ ഫൈനലി നമ്മൾ സമ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സെറ്റപ്പ്. ലെഫ്റ്റിൽ നിന്ന് വെള്ളം ഉള്ളോട്ട് കയറും, റൈറ്റിൽ 2 സ്ഥലത്തു നിന്ന് വെള്ളം പുറത്തോട്ട് വരും. പിന്നെ ഈ സമ്പിന് വേണ്ടിയിട്ട് താഴെ ഒരു അക്രലിക്കിൻ്റെ 10mm അക്രലിക്കിൻ്റെ സപ്പോർട്ട് നമ്മൾ കൊടുത്തു. എന്താ വെച്ചാൽ അത് വേണം. എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അക്രലിക്കിൻ്റെ കുറച്ച് പീസസ് കൊടുത്തിട്ട് നമ്മൾ ഇതിനൊരു സപ്പോർട്ട് കൊടുത്തു. സോ ഫൈനലി വെള്ളമെല്ലാം നിറച്ചിട്ട് നമ്മൾ ഫുൾ ടെസ്റ്റ് ചെയ്തു. ഓവറോൾ നല്ലോണം ഇവിടുന്ന് വെള്ളം കയറിയിട്ട് അടുത്ത മീഡിയ സെക്ഷനിലോട്ട് പോകും. എന്നിട്ട് ഫൈനലായിട്ട് ഔട്ട്പുട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ബേസിക് സമ്പിൻ്റെ സെറ്റപ്പ്. നമ്മളെ പമ്പ് നമ്മൾ കുറച്ച് മുകളിലോട്ടാണ് ഫിക്സ് ചെയ്തത് ലെഫ്റ്റിൽ. എന്താ വെച്ചാൽ ബോട്ടമിലാണെങ്കിൽ കുറേ വേസ്റ്റ് അതെടുക്കും. അതുകൊണ്ട് അതിന് പിന്നെ നമ്മൾ സമ്പ് ബ്ലോക്കും. അതുകൊണ്ട് കുറച്ച് ഹൈറ്റിലാണ് പമ്പിന് ഫിക്സ് ചെയ്തത്. പിന്നെ ഈ ടാങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഫിഷസ് ഓൾറെഡി വേറൊരു ടാങ്കിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള മീഡിയം സ്പോഞ്ചെല്ലാം നമ്മൾ യൂസ് ചെയ്തത്. എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് സൈക്ലിംഗ് ടൈം, ടാങ്കിൻ്റെ സൈക്ലിംഗ് ടൈം വേണ്ടി വരില്ല. എന്താ വെച്ചാൽ നമ്മളൊരു പുതിയ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മളെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് മുകളിലുണ്ട്. പിന്നെ നമ്മൾ പഴയ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ പഴയുള്ള മീനുകൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. എന്താ വെച്ചാൽ മറ്റേ മീൻ വരുന്നതുകൊണ്ട് മറ്റേ ടാങ്ക് നമുക്കൊന്ന് കാലിയാക്കേണ്ടിയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമെല്ലാം നിറച്ചിട്ട് നമ്മൾ പഴയ മീനുകൾ ഇങ്ങോട്ടേക്ക് കാർത്തിക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ബ്രീഡ് ചെയ്ത് കുറേ 4 കൊല്ലമായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ അവർ കുറച്ച് വലിയ സൈസായിരുന്നു. പക്ഷേ അവർ വലിയൊരു ടാങ്കിലായിരുന്നു. അപ്പോൾ അവർക്ക് അത്ര വലിയ ടാങ്കിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ ചെറിയ മീനുകൾ ഒരു ഓൾമോസ്റ്റ് 20-30 നമ്മൾ വാങ്ങിച്ചിരുന്നു. പിന്നെ ഇതൊരു K1 മൂവിങ് ബെഡ് ഫിൽട്രേഷൻ. നമ്മൾ കുറേ വീഡിയോസിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിലിണ്ട്രിക്കൽ അക്രിലിക് പൈപ്പാണ്. അതിൽ കുറച്ച് ഹോൾസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ K1 മൂവിങ് ബെഡ് ഇട്ടാൽ ഓവറോൾ നിങ്ങൾ കണ്ടാൽ ഇപ്പോൾ നമ്മൾ വെള്ളം
ഈ മീഡിയയിലോട്ടെല്ലാം പാസ്സാക്കിയിട്ട് നമ്മൾ മെക്കാനിക്കൽ മീഡിയയിലോട്ട് പാസ്സായി സ്പോഞ്ച് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് വരുമ്പോൾ അത് K1 പാസ്സാവും. അപ്പോൾ ഓവറോൾ ഒരു കംപ്ലീറ്റ് ഫിൽട്രേഷൻ സിസ്റ്റമാണിത്. എന്താ വെച്ചാൽ മെക്കാനിക്കലുണ്ട്, ബയോളജിക്കലുണ്ട്, എന്നിട്ട് മൂവിങ് ബെഡുണ്ട്. സോ ഓവറോൾ ഇതാണ് നമ്മൾ ഫിൽട്രേഷൻ സെറ്റപ്പിൻ്റെ ഒരു തോട്ട്. ആൻഡ് ഓവറോൾ നല്ലോണം വന്നു, പ്രശ്നമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. നമുക്ക് കാണാം മീനെല്ലാം ഇപ്പോൾ ജോളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടോപ്പ് ഫിൽട്രേഷൻ എങ്ങനെ ചെയ്യണം അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോന് ഒരു ലൈക്ക് ഇടുക. നമ്മളൊരു പുതിയ ചാനലാണ്, നിങ്ങൾ ഫുൾ സപ്പോർട്ട് വേണം, സബ്സ്ക്രിപ്ഷൻ എല്ലാം ചെയ്യണം. വേറെ 4 ലാംഗ്വേജസ് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്: ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ആൻഡ് കന്നഡ. ഈ ബാക്കി 4 ചാനൽസിൻ്റെ ലിങ്ക്സ് നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മളെ വെബ്സൈറ്റ് frappraco.com കുറച്ച് ദിവസങ്ങളിൽ കൊണ്ട് ലൈവ് ആവും. അപ്പോൾ അതിലാകുമ്പോൾ കുറച്ചും കൂടി നമ്മളെ പ്രോഡക്ട്സും നമ്മളടുത്ത് ഇൻട്രാക്ട് ചെയ്യാനുള്ള കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ പുതിയ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, ലൈക്ക് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ വരുന്നവർക്കും ബൈ.